ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയെ പറഞ്ഞു കുത്തി നോവിച്ച് ചന്ദ്രമതി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് താലികോർക്കൽ ചടങ്ങിന് പോകാനായിട്ട് ധൃതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ അരികിലേക്ക് തൻ്റെ മകൻ ആദ്യക്കുട്ടൻ ഓടി വന്ന് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ശ്രുതി ഒട്ടും അടുക്കുന്നില്ല കേട്ടോ, പറ്റില്ലെന്നും പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരി മീര വന്നിട്ട് പറഞ്ഞു ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവനങ്ങനെ ലാളിച്ചാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ചിനെ അവഗണിച്ച് നിർത്തുമ്പോഴേക്കും ഇട്ട് താ ആൻറ്റി പ്ലീസ് എന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെ നിർബന്ധിക്കാം. പിന്നെ ഇട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അമ്മയും മോനും കൂടെ നിൽക്കുന്നത് കണ്ട് സന്തോഷത്തോടെയാണ് അമ്മമ്മ വരുന്നത്. അത് കണ്ടപ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ. വല്ലപ്പോഴാണെങ്കിലും കാണാൻ കിട്ടുന്നൊരു അവസരമാണല്ലോ, അവരിങ്ങനെ വരുക. അപ്പോൾ ഒരു ദിവസം ആൻറ്റി എൻ്റെ സ്കൂളിൽ വരണമെന്ന് പറഞ്ഞു കൊച്ച്. എന്തിനാന്ന് ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരവരുടെ അമ്മമാരെ കൂട്ടി വരും, നിനക്ക് മാത്രം അമ്മയില്ലേ എന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കും എന്നും പറഞ്ഞ് അങ്ങനെ കുഞ്ഞു പറയാം. അത് കേട്ടപ്പോഴേക്കും അമ്മമ്മയ്ക്ക് സങ്കടമായിട്ടോ. ആൻറ്റി വന്നാൽ അവനെ കളിയാക്കുന്നത് നിർത്തും, വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഒന്നും മിണ്ടാനില്ല ശ്രുതിക്കും. അപ്പോൾ മീരയ്ക്കും ഭയങ്കര സങ്കടമായി കേട്ടോ. പെട്ടെന്ന് ആൻറ്റി വരാട്ടോ, ഒരു ദിവസം ആൻറ്റി വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇനി ആരെങ്കിലും കളിയാക്കിയ ടീച്ചറിനോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് ആ അമ്മയുടെ മനസ്സ് വേദനിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി പുറത്ത് ഓട്ടോ വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുകയാണെന്ന് മീര പറഞ്ഞു. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരെ ഓട്ടോയിൽ നീയും വാ കല്യാണി എന്ന് വിളിച്ചപ്പോൾ എനിക്കൊരു ഫംഗ്ഷന് പോകാനുണ്ടമ്മേ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശ്രുതി നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പോകാൻ ഇറങ്ങിയ അമ്മയോട് ക്ഷമയൊക്കെ ചോദിക്കുക ശ്രുതി. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ നീ അയക്കുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. മീര അതൊക്കെ എടുക്കുമായിരിക്കും അല്ലേ, അപ്പം മീരയോട് അയക്കാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ അമ്മയുടെ അനുഗ്രഹം വേണം എനിക്കെന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നു മകള്. അപ്പം അമ്മ ഇങ്ങനെ പിടിച്ചു നിർത്തി മകളോട് ആ സ്നേഹത്തോടെയുള്ള ഒരു ഇതൊക്കെ കൊടുക്കുക, അനുഗ്രഹമൊക്കെ കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ, പേടിയോടെയാണ് ഞാൻ അയാൾക്കൊപ്പം ജീവിച്ച് തുടങ്ങിയത്. അയാളൊരു ചീത്ത മനുഷ്യനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ പതിയെ എനിക്ക് മനസ്സിലായി അദ്ദേഹം നല്ലവനാണെന്ന്. അദ്ദേഹത്തിനൊരാപത്തും വരുത്തരുതേ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊക്കെ തരണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ ചന്ദ്രമതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, എന്നെ ഇങ്ങനെ കുത്തി നോവിക്കുന്നതിനെ പറ്റി, അതുപോലെ ഞാൻ ആ വീട്ടിലെ വല്ലാത്തൊരിതാന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് കരയോ കേട്ടോ. ഞാൻ എങ്ങനെയാണ് ദേവിയോട് എൻ്റെ സങ്കടങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കഷ്ടകാലം മാറും, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമെന്ന് അച്ഛമ്മ പറയുന്നത്, ആ പ്രതീക്ഷയിലാണ് ഞാനും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ഭഗവതിയോട് പറഞ്ഞ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. ഇന്ന് നടക്കുന്ന താലികോർക്കൽ നല്ല രീതിയിൽ നടക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്താണ് ആദ്യക്കുട്ടനും അമ്മയും വരുന്ന ഓട്ടോയ്ക്ക് എന്തോ പ്രശ്നമാകുന്നതും ആ ചേട്ടനെ അത് നോക്കിയിട്ട് ശരിയാകാതെ വരുന്നതും അവരോട് അവിടെ ഇറങ്ങിക്കോളാൻ പറയുന്നതും. അങ്ങനെ അവർ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരങ്ങനെ വന്നതിൻ്റെ പൈസയും കൊടുത്ത് അവിടെ അങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു വഴിയിൽ ശരിക്കും പറഞ്ഞാൽ നടന്ന് പോവുകയാണ്. അപ്പോൾ എന്താ അമ്മമ്മ പറ്റിയത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഓട്ടോയ്ക്ക് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയതാണ്, നമുക്ക് സ്റ്റാൻഡ് വരെ നടന്നു പോകാമെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് നടക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറയാം. അയ്യോ പെണങ്ങല്ലേ ആദ്യക്കുട്ടാ, കുറച്ചല്ലേ നടക്കാനുള്ളൂ, ബാ എന്നും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ നടക്കുന്നു. ആ സമയത്ത് നമ്മുടെ രേവതി അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ആദ്യക്കുട്ടൻ രേവതിയെ കണ്ടു. രേവതി ആൻറ്റി എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോൾ ഓടി ചെന്നു. ആഹാ ആദ്യക്കുട്ട, എന്തുകൊണ്ടൊരു വിശേഷം, നീ സുഖമായിട്ടിരിക്കുന്നോടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മോളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. എൻ്റെ വീട് ഇവിടെ അടുത്താ, നിങ്ങളെന്താ ഇവിടെ എന്ന് രേവതിയും ചോദിച്ചു. അപ്പോൾ എൻ്റെ മോളെ കാണാൻ വന്നതാ, അവൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞു. നാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ, ബസ്സിൽ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് മോള് ഓട്ടോയിൽ കയറ്റി വിട്ടു. ഓട്ടോ വഴിക്കായി എന്തോ തകരാറ് പറ്റിയതാ, ബസ് സ്റ്റാൻഡ് അടുത്താണല്ലോ, നടന്നു പോകാമെന്ന് കരുതിയെന്ന് പറഞ്ഞപ്പോൾ നന്നായി, അതുകൊണ്ട് എനിക്ക് നിങ്ങളിപ്പോൾ കാണാൻ പറ്റിയല്ലോ എന്ന് പറയാട്ടോ രേവതി. അച്ഛമ്മയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് വരേണ്ടി വന്നു, നിങ്ങളെ കണ്ട യാത്രയൊന്നും പറയാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ എന്ന് പറയുക കേട്ടോ നമ്മുടെ അമ്മ. അപ്പോൾ ആദ്യക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ സച്ചി എന്ത് പറയുന്നു, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം സുഖമാണെന്നും പറഞ്ഞു. മോളെവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും എപ്പോഴും അമ്പലത്തിൽ തന്നെയാണല്ലേ എന്നൊക്കെ ചോദിച്ചു.
ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണ്ടേ, അതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചില്ല, നാട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത്, വന്നിട്ട് പോകാൻ പറഞ്ഞു. ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും താലികോർക്കൽ ചടങ്ങാണ്, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തടസ്സമൊക്കെ പറഞ്ഞെങ്കിലും ഒന്ന് വാ, അവർക്കെല്ലാവർക്കും വളരെ സന്തോഷമാകും എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് രേവതി വിളിക്കാം. അപ്പോൾ അവർ വരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഈ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊരാളായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ബുദ്ധിമുട്ടാവില്ലേന്ന് അമ്മ ചോദിച്ചപ്പോഴാട്ടോ രേവതി ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ രേവതി ആണെങ്കിൽ ആദ്യക്കുട്ടനെയും ആ അമ്മയെയും വിളിച്ചുകൊണ്ട് ഈ ചടങ്ങിന് പോകാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ സ്വന്തം മകള് എന്നെ എല്ലാത്തിൽ നിന്നും അടിച്ചകറ്റുന്നു, ഈ മകള് എന്നെ സ്നേഹത്തോടെ എല്ലാത്തിനും വിളിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ആ അമ്മ അവിടെ നിന്നിങ്ങനെ ചിന്തിക്കാം. അമ്മ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ പോവുക. അങ്ങനെ ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയി മാറി മാറി നിൽക്കുന്നു. അപ്പോൾ ഭാമയും കൂടെ ഉണ്ട്. നീ എന്താ ഒന്നിലും പങ്കെടുക്കാതെ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു ഭാമ. അല്ല, കുറച്ചു നേരം കഴിഞ്ഞാൽ താലിമാറ്റൽ കെട്ടിച്ചടങ്ങ് നടക്കില്ല, എന്തൊക്കെ ജോലിയുണ്ട് ചന്ദ്ര ഇവിടെ, നിർബന്ധമാണെങ്കിൽ നീ പോയി ചെയ്യുക, എനിക്ക് വയ്യാന്ന് ചന്ദ്രമതി ഭാമയോട് പറയണം. എൻ്റെ ഭാമ, ഈ ചടങ്ങിൻ്റെ ഒക്കെ വല്ല ആവശ്യമുള്ളതാണോ? സുധിയുടെ കല്യാണത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ കൊണ്ടുവയ്ക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. താലി മാറ്റി കെട്ടിയതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പിന്നെ എല്ലാം ശരിയാകുമെന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്, എന്ത് ശരിയാവാനാണെന്നൊക്കെ ചോദിക്കുന്നു ചന്ദ്ര. എന്തായാലും വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. ആ പൂ കെട്ടുന്നവർക്ക് ഞാനായിട്ട് ജോലി ചെയ്യണോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമയോട് തർക്കിച്ച് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതി. എല്ലാത്തിനും എൻ്റെ അമ്മായിമ്മയെ പറഞ്ഞാൽ മതി, അവരാ ഇതിൻ്റെയൊക്കെ ഏർപ്പാടുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയും അവരെല്ലാവരും കൂടെ ഓട്ടോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരി ഇതാണോ ആൻറ്റിയുടെ വീട് എന്നൊക്കെ ചോദിച്ചു കൊച്ചിങ്ങനെ ചോദിക്കുക. അപ്പോൾ അതെ ഇതാ വീട് എന്ന് രേവതി പറയുകയും ചെയ്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു. കൊച്ചിന് വീടൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അച്ചമ്മയെ കണ്ടപ്പോൾ അച്ചമ്മേ എന്നും വിളിച്ചിട്ട് കൊച്ചു ഓടി വന്നതേ നമ്മുടെ അച്ചമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ചന്ദ്രമതിയും ഭാമയും അവിടെ നിന്ന് ഇത് ഇവൾ ആരെയും ഈ കൂട്ടിക്കൊണ്ട് വരുന്നേ, ഇത് ആരെയും ഈ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ആരെ ഇത് ആദ്യക്കൂട്ടനോ അന്നേരത്തേക്ക് അച്ചമ്മ ഇത് അച്ചമ്മയുടെ ആൻറ്റിയുടെയും വീടാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിൽക്കുക കേട്ടോ അവർ. അപ്പോൾ അച്ചമ്മ ഇത് ആദിയുടെ അച്ചമ്മയാണ് വിമലാൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒരേ നാട്ടിലാണെങ്കിലും നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു. അവിടെ എൻ്റെ തറവാട് വീടാ, അനിയത്തി അവിടെ താമസിക്കുന്നേ, ഞാൻ ഇവനെയും കൂട്ടി വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ട് പോവാറുള്ളൂ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ രേവതിയും അച്ചമ്മയും അവരെല്ലാവരും കൂടെ. അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടൻ ഇറങ്ങി വന്നപ്പോൾ ഇത് ആരാണെന്ന് ചോദിച്ചു. നിന്നോട് ഞാൻ അന്ന് രേവതി കുളത്തിൽ വീണ കാര്യം പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു. അന്ന് തക്ക സമയത്ത് സച്ചിയെ കൂട്ടിക്കൊണ്ട് വന്ന് രേവതിയെ രക്ഷിച്ചത് ഈ കുഞ്ഞാണെന്ന് പറഞ്ഞു. ആഹാ കൊള്ളാലോ, വാ ചോദിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ച് അടുത്തിരുത്തി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ബോൾ എടുക്കാൻ പോയപ്പോൾ രേവതി ആൻറ്റി കുളത്തിൽ വീണതാ, അപ്പോഴാണ് ഞാൻ പോയി അങ്കിളിനെ വിളിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കുട്ടികളുള്ളിടത്ത് ഈശ്വരാധീനം ഉണ്ടാകുമെന്നാണ് പറയാറെന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മോൻ്റെ ആരാണെന്ന് ചോദിച്ചു. അതായത് അമ്മമ്മയെ കണ്ടപ്പോൾ ഇത് അമ്മമ്മയാണെന്ന് പറഞ്ഞു. വിമലാൻറ്റി എന്നും പറഞ്ഞിങ്ങനെ പറയാം കേട്ടോ. ഈ നാട്ടിലാണോ താമസം എന്ന് ചോദിച്ചപ്പം അല്ല, ഞാൻ മണത്തറയാണ് താമസം, ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മ. ഇവിടെ എൻ്റെ മോള് ഇവിടെ അടുത്താണ് ജോലി ചെയ്യുന്നത്, അവളുടെ അടുത്തും പോയി മടങ്ങി വരുന്ന വഴിയാണ് രേവതിയെ കണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചടങ്ങ് നടക്കല്ലേ അച്ചമ്മേ, അതിൽ പങ്കെടുത്തിട്ട് പോകാമെന്ന് ഞാനാ പറഞ്ഞത്, ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് നമ്മുടെ രേവതി പറയാം. അപ്പോഴേക്ക് ചന്ദ്രമതി പല്ലുറുമിക്കൊണ്ട് നിൽക്കുക കേട്ടോ. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ചടങ്ങിൽ പങ്കെടുത്ത് സച്ചിയെയും രേവതിയെയും അനുഗ്രഹിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുക. അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും അതുപോലെ ഭാമയും കൂടെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. റൂമിലേക്ക് ചെന്നപ്പോൾ ഈ വലിയ ബെഡും സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ആദ്യക്കുട്ടിന് ഭയങ്കര ഇത്. അപ്പോൾ അമ്മമ്മ കയറി വന്നിട്ട് ആദ്യക്കുട്ടിനെ വഴക്ക് പറഞ്ഞു. അവനെ വഴക്കൊന്നും പറയണ്ട, അവനതിലെ കളിച്ചോട്ടെ, പിന്നെ എന്തി സച്ചി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഓട്ടം പോയിരിക്കാം. ഇന്നത്തെ ദിവസമോ? അദ്ദേഹം അങ്ങനെയാണ്, ഓട്ടം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല, വളയം പിടിക്കുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പറയുകയാണേ. ചടങ്ങ് നടക്കുന്ന മുമ്പേ വരും ആൻറ്റി ഇവിടെ ഇരിക്കുക, ഞാൻ ആദ്യക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി പോകണം. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് ഇങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ നമ്മുടെ രേവതി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവർ മുറിയിലിരിക്കുന്നു. ഈ സമയം ഈ ചടങ്ങിന് വഴിയെ പോകുന്നവരെയൊക്കെ രേവതി കൂട്ടിക്കൊണ്ട് വരുവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭാമയോട് അതും പറഞ്ഞ് വഴക്കുണ്ടാക്കുക. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അന്ന് രേവതിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് ആ കുഞ്ഞല്ലേ, അപ്പോൾ ആ കുട്ടിയോട് അതിൻ്റെതായ ഒരു സ്നേഹമൊക്കെ അവർക്ക് കാണില്ലേ, അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാകും.
നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളുടെ ജാതകത്തിൻ്റെ രാശി അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ നീ ഈ രാശിയും ജാതകവും ഇതുവരെ വിട്ടില്ലേ ചന്ദ്രയെന്ന് ഭാമ ചോദിക്കുക. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ ചന്ദ്രമതി എന്ന് പറഞ്ഞു. ഭാമ, ഒരു നാൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങും, നീ കണ്ടോ, ഇറക്കും ഞാൻ. അതിന് ശ്രുതി ഈ വീട്ടിൽ വലതുകാല് കയറിയുന്നതിന് മുമ്പേ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നടന്നത് തന്നെ എന്ന് ഭാമ. ചന്ദ്രമതി, നീ കണ്ടോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അവിടെ ചടങ്ങുകളെല്ലാം നടത്താനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛമ്മ ചോദിച്ചു, സച്ചി എന്താ ഇതുവരെ വരാത്തതെന്ന്. അവനിപ്പോൾ വരൂ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ പറയാം. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി അതിൽ വരുന്നത്. ചന്ദ്രമതിയെ പിടിച്ചു നിർത്തി ഈ വേഗം ഈ സാരി കൊണ്ടുപോയി നീ രേവതിയെ ഒരുക്കാൻ പറഞ്ഞു. എനിക്ക് ഒരുക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും അല്ല ഒരുക്കാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ, അമ്മേ ഇവളുടെ സമ്മതം ഇല്ലാതെയാണല്ലോ ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് ഈ നല്ല സാരി ഒന്നും ഉടുക്കാതെ ഇവള് പ്രതിഷേധിക്കുവാണ്. പിന്നെയല്ലേ ഇവള് രേവതിയെ ഒരുക്കാൻ പോണത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോൾ എടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ വിളിക്കുക. അപ്പോൾ അമ്മ അവളുടെ പുറകെ പോവണ്ട, ഈ ചടങ്ങ് നടക്കണ്ടേന്ന് രവിയേട്ടൻ ചോദിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരോട് അതും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യക്കൂട്ടൻ ആ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഭയങ്കര കളിയും ചിരിയും. അപ്പോഴേക്കും രേവതി കൊടുത്ത ഫുഡൊക്കെ കൊടുക്കുവാണ് ആദ്യക്കൂട്ടന്. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് ഒന്നും അറിയാതെ നമ്മുടെ ശ്രുതി ആ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ മീരയാണ് കൊണ്ടുവന്നാക്കുന്നത്. അപ്പോൾ ശരിയടി എന്ന് പറഞ്ഞ് മീര പോകാൻ തുടങ്ങിയപ്പം നീ ഇതെങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചു. അതെ, നീ പറയുന്ന കള്ളങ്ങളൊന്നും കേട്ട് നിൽക്കാനുള്ള ആ ഒരു ധൈര്യം എനിക്ക് ഇല്ലടി, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. എടി ഞാൻ ഒറ്റയ്ക്ക് ഓൾറെഡി വാടി എന്നും പറഞ്ഞു വിളിച്ചു. നീ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും, വാടി എന്നും പറഞ്ഞ് വിളിക്കുമ്പം നീ പെട്ടെന്ന് ഇറങ്ങണ്ട, വൈകി ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എന്നെ തനിയാക്കിയിട്ട് പോവതടി. തനിയല്ലല്ലോ നീ, കെട്ടാൻ പോകുന്ന വായി നോക്കിയും കുടുംബക്കാരൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു. എടി എന്താടി പ്ലീസ് എടി, അപ്പം നീ വരത്തില്ലേ എന്ന് ചോദിച്ചു. ഇല്ലേ എൻ്റെ പൊന്നെ ഞാനില്ലേ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് കൂട്ടുകാർ തലയും ഊരി, നീ എന്തായാലും ഇറങ്ങുമ്പോൾ വിളിക്കും, ഞാൻ വന്ന് കൊണ്ടുപോക്കോളാം എന്നും പറഞ്ഞിട്ട് മീര അവിടെ നിന്ന് പോകുമ്പോൾ എന്താ പറയുന്നത്, സ്വന്തം ഒരു വലിയ കുഴി കൊച്ചിട്ട് ആ കുഴിയിലേക്ക് വന്ന് വീഴാനായിട്ട് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും